ഇനി നമുക്ക് ഈ പേപ്പറിൽ വെട്ടിയത് എങ്ങനെയാണ് തുണിയിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കറക്റ്റിന് കൊടുക്കുക. അതേപോലെ തന്നെ ഇവിടെ ഇവിടുത്തെ നമ്മൾ എത്രയാണോ കിട്ടിയത് അത് ഇതേപോലെ കൊടുക്കുക. ഒക്കെ ഒരേപോലെ കേട്ടോ. എന്നിട്ട് ഇത് ഇതേപോലെ കട്ട് ചെയ്താൽ മതി. പേപ്പറിൽ കട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്രയാണ് വിടുത്ത് എത്രയാണ് ലെങ്ത്ത് ഒക്കെ കേട്ടോ. ബാക്കി പിന്നെ എല്ലാം ഒരേപോലെ തന്നെ. ഓക്കെ. അപ്പം ഇത് നമുക്ക് ഇങ്ങനെ മാറി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിൻ ചെയ്തിട്ട് കൊടുക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലൊരു കനം വെച്ചുകൊടുത്താലും മതി. ഓക്കെ. അപ്പോൾ ഞാൻ ഇവിടെ മുട്ട സൂചി ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു മാറ്റമില്ല. ഇത് നമ്മൾ ബാക്ക് പീസാണ് നമ്മൾ ഫസ്റ്റ് കട്ട് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ബാക്ക് പീസാണ്, ബാക്ക് പീസിലെ കഴുത്താണ് കേട്ടോ ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. അതൊക്കെ നിങ്ങളെ ഇഷ്ടം കേട്ടോ, ഏതാ ഫസ്റ്റ് കട്ട് ചെയ്യേണ്ടതെന്നൊക്കെ. നമുക്ക് അതൊക്കെ നിങ്ങളെ ഓരോരോ ഐഡിയ പോലെ അങ്ങനെ ചെയ്യാം. ഓക്കെ. ഫസ്റ്റ് നമ്മൾ കട്ട് ചെയ്യാം. പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അതെടുത്ത് കാണാൻ കട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു അളവ് എടുക്കേണ്ട ആവശ്യം അതിമ വരുന്നില്ല. പിന്നെ എനിക്ക് ഇങ്ങോട്ട് പറയാനുള്ളത്, നമുക്ക് അടിക്കണേക്കാളും വേറൊരാൾക്ക് അടിച്ചു കൊടുക്കണേക്കാളും മുന്നേ നമുക്കൊന്ന് അടിച്ചു നോക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് നോക്കുമ്പോൾ ഇടുന്ന ആൾക്കാരാണെങ്കിൽ, ബ്ലൗസ് ഇടുന്ന ആൾക്കാരാണ്, അല്ലാത്തവർ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ അടിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ എന്തൊക്കെയാണ് ഇതിൽ മാറ്റം വരുത്തേണ്ടത് എന്നുള്ളത് കേട്ടോ. കുറേ അടിച്ചടിച്ചാവുമ്പോൾ തന്നെയാണ് നമുക്കൊന്ന് ഒരു തയക്കം വരും കേട്ടോ. അപ്പം ഫസ്റ്റിലടിച്ച് കുളയായാലും നിർത്താൻ പാടില്ല. ഓക്കെ. നിർത്തിയാൽ പിന്നെ പോയിട്ടോ. പിന്നെ നമ്മൾ ആ ഒരു ട്രാക്കിക്ക് കയറണമെങ്കിൽ കുറേ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിർത്താതെ നമ്മൾ വീണ്ടും വീണ്ടും അടിച്ചു നോക്കുക. ഓക്കെ. കറക്റ്റ് വെച്ചുകൊണ്ട് അടിച്ചു കൊടുക്കട്ടോ, വെട്ടി കൊടുക്കണേ. നമ്മൾ പേപ്പറിൽ കറക്റ്റ് ആക്കിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം അത് ഏറെ കുറവ് വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ ആണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിലാണ് ഏത് വെക്കണത്, ഹുക്ക് വെക്കണത്. അപ്പോൾ ബാക്ക് പീസ് കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത ഭാഗമാണ് കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അത് ഞാൻ മറന്നു പോയി പറയാൻ. അപ്പോൾ ഇത് ഇവിടെ ഓപ്പൺ സൈഡ്. ഓക്കെ. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി ഫ്രണ്ട് ഭാഗം നമ്മൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട് കേട്ടോ, വെച്ചിട്ടുണ്ട്. ക്രോസ് ആയിട്ട് തന്നെ വെക്കണം. ലൈനിങ്ങിലാണെന്ന് വിചാരിച്ചിട്ട് നേരെ വെക്കരുത്, ക്രോസ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ക്രോസ് പീസിലാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ വെക്കണം. ഓക്കെ. ക്രോസ് ബ്ലൗസാണ് നമ്മൾ കട്ട് ചെയ്യണത്. അപ്പോൾ നമുക്ക് ക്രോസ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ഇങ്ങനത്തെ ഒരു ലെവലിൽ നേരെ വെക്കരുത്. നമ്മളെങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്തത് ആ ഒരു ലെവൽ തന്നെ. ഇപ്പോൾ നേരെ അടിക്കണ ബ്ലൗസും ഉണ്ട്, പക്ഷേ എപ്പോഴും നമ്മൾ ക്രോസ് കട്ടിങ് ബ്ലൗസിലാണ് നമുക്ക് ഒരു ഇടാൻ സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പ്രിഫർ ചെയ്യുക ഈ ക്രോസ് കട്ടിങ് ബ്ലൗസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അത് ആദ്യക്ക് പഠിക്കട്ടോ. മറ്റേത് അങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പീസിലാണ് വെച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇത് 2 പീസാണ്. ഇതിന് താഴെ ഒരു പീസ് ഉണ്ട്. ഇങ്ങനെ മടക്കിയാണ് നമ്മൾ ക്രോസ് ആക്കിയിട്ട് വെച്ച് കൊടുത്തേക്കാണ്. ഇത് ഒന്നെങ്കിൽ നമുക്ക് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഒരുമിച്ച് തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് പോവാം. പിന്നെ ഈ ഒരു ടെക്ക് അടയാളപ്പെടുത്തി കൊടുത്താൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ അടിക്കുമ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ടെക്കിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഓരോരോ ഇതിങ്ങനെ കൊടുക്കുക. നമ്മൾ ഇതുണ്ടല്ലോ ഈ അളവ്, അത് നമുക്ക് കറക്റ്റ് ഇങ്ങനെ തന്നെ കൊടുക്കാം. വെച്ചിട്ടോ ഇത് പേപ്പറിലാണല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കറക്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കുക. അതേപോലെ ഇവിടെയും അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്നുള്ളൊരു അളവിൽ കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെയും നമുക്ക് ഇതേപോലെ ഇങ്ങനൊരു ഇത് കൊടുക്കാം, ഇങ്ങനെ ഒരു ഓട്ട കൊടുക്കാം.
ഓട്ട കൊടുക്കുക. പിന്നെ ഇവിടെ നമുക്കൊരു ഓട്ട കൊടുക്കുക. നമ്മൾ ടക്ക് മാറി പോവാതിരിക്കാനാണ് കേട്ടോ. പിന്നെ ടക്ക് തുടങ്ങണ ഭാഗത്തും ഇതേപോലെ നമുക്ക് വരച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മാറി പോകൂല. ഓക്കെ, ഇനി എന്താ പറയുക, നമ്മളെന്ത് ചെയ്യുക, ഒന്ന് വേണമെങ്കിൽ ഇതിങ്ങനെ വരച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ വെട്ടി കൊടുക്കാം. അല്ലെങ്കിൽ കത്രിക വെച്ച് കണ്ട് ഇങ്ങനെ തന്നെ ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ തന്നെ ഒന്ന് വെട്ടി കൊടുക്കണേ. പേപ്പറിൽ വെട്ടിയുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നൊക്കെ നമ്മൾ അതേപോലെ വെച്ചിട്ട് കട്ട് ചെയ്യല്ലേ. അപ്പം നമുക്ക് തുണിയിൽ കട്ട് ചെയ്യുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ക്രോസ് ആയിട്ട് വെക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാത്ത കാര്യമൊന്നും കുഴപ്പമില്ല. പിന്നെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനൊരു പാറ്റേൺ ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പം നമുക്കാണെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ഓർഡർ വരികയാണെന്ന് വെച്ചെങ്കിൽ പിന്നെ നമുക്കെന്നാൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പെട്ടെന്ന് അങ്ങോട്ട് പിന്നെ അളവെടുത്ത് പിന്നെ അളവ് കൂട്ടിയും കുറച്ചും അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ടെക്ക് ഇട്ട് കൊടുത്തോളൂ. ഇങ്ങനൊരു ടെക്ക് ഇവിടെ ഇട്ട് കൊടുത്താൽ പിന്നെ മാറിപ്പോകില്ല കേട്ടോ. ഇങ്ങനെ ഒരു ടെക്ക് ഇട്ട് കൊടുത്താൽ ഇപ്പോൾ പെന്നുകൊണ്ട് വരച്ചിട്ട് ഇതാക്കണ്ട. ഓക്കെ, നമ്മളത് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പെന്നുകൊണ്ട് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരുന്നു അല്ലേ, അത് നോക്കാം. ഇതാ നമ്മളെ ഒരു ഒന്നാമത്തെ ടക്ക്, ഇത് രണ്ടാമത്തെ ടക്ക്, ഇത് മൂന്നാമത്തെ ടക്ക്. ഓക്കെ, പിന്നെ ഇതാവണം നമ്മളിവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്നാണ് വരേണ്ടത് എന്നറിയാം. പിന്നെ എന്താണ് അടുത്തത്, ഇതാ ഇപ്പുറത്തും അതുപോലെ തന്നെ വന്നിട്ടുണ്ടാവും. കണ്ടോ, ഇപ്പുറത്ത് അതുപോലെ തന്നെ വന്നിട്ടുണ്ടാവും. ഇവിടെയാണോ വന്നിട്ടുണ്ടാവും. അത് നമ്മൾ ഒന്നും കൂടെ അങ്ങനെ കൊടുത്താൽ അപ്പുറത്തേക്ക് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, ടക്ക് ഒന്നുവിടാം, ഒന്നുവിടാം, ഒന്ന് ഇടാം. ഓക്കെ, അങ്ങനെ കേട്ടോ. കറക്റ്റായിട്ട് ഇതാ പെന്നിൻ്റെ കൂർപ്പ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുത്താൽ മതി. ലൈനിങ് അല്ലേ, സാധാ അതല്ലല്ലോ. പിന്നെ സാധാ എന്താ ലൈനിങ് അല്ലാത്തതാണെന്ന് വെച്ചെങ്കിലും എന്ത് ചെയ്താൽ മതി, അങ്ങനെ തന്നെ കുത്തി കൊടുത്താൽ മതി. കാരണം ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് പോകും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് പോകുമ്പോൾ ഈ ഒരു ഇതൊന്നും കീറലൊന്നും കാണൂല കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ 1, ഇവിടെ 2, പിന്നെ ഇവിടെ 3 ടക്ക് കേട്ടോ. അങ്ങനെ ഓക്കെ, ഒരേപോലെ. ഇനി നമ്മൾ എന്താണ്, നമുക്ക് ഇതെടുത്ത് വെച്ചിട്ട് ഇതിന് പടി ഒന്ന് കട്ട് ചെയ്യണം. അപ്പോൾ പടിക്ക് ഉള്ളതാണ് കേട്ടോ അത്. അപ്പോൾ പടിക്ക് പിന്നെ 2 എണ്ണം വീതം വേണം, അല്ല 3 എണ്ണം വീതം വേണം ഒരു ഭാഗത്ത്. ഓക്കെ, അപ്പോൾ എന്താണ് നമ്മളെപ്പോഴും ഒന്ന് നല്ല പീസായിരിക്കും, ഒന്ന് നമ്മളെ ബ്ലൗസിലെ നല്ല പീസായിരിക്കും വരുന്നത്. ബാക്കി 2 എണ്ണം നമുക്ക് ചീത്ത പീസുമാണ് വരിക. കാരണം രണ്ടും ഉള്ളിലോട്ടാണ് പോവുക. അപ്പോൾ ഈ ഒന്ന് എടുക്കുന്നത് കുറച്ചൊരു കട്ടിയുള്ള ഒരു കോട്ടൻ്റെ പീസ് എടുക്കാൻ ശ്രമിക്കട്ടോ. അത് കോട്ടൺ അല്ല, ഇത് മറ്റേ ഇതാണ്. അപ്പോൾ ഞാനതൊന്ന് കുറച്ചും കൂടി കട്ടി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പീസ് ഞാൻ നല്ലത് മറ്റേ കോട്ടൻ്റെ പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഉള്ളിലേക്ക് പോയാൽ ആ കളർ കാണൂല. അപ്പോൾ അതാക്കുന്നത് നമ്മൾ ആദ്യം ഈ പീസ് വെച്ചിട്ടുണ്ട്. ഇതിൽ 2 പീസ് തന്നെ എടുക്കുന്നുള്ളൂ കേട്ടോ, 2 ഈച്ച പീസ് എടുക്കുന്നുള്ളൂ. ഇപ്പോൾ നല്ല പീസ് സാരിയിൽ നിന്നാണ് ബ്ലൗസ് കട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ സാരിയിൽ നിന്ന് സീല കട്ട് ചെയ്ത് വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാത്തത് കേട്ടോ. അപ്പം ഞാൻ ലൈനിങ്ങമ്മ മാത്രമാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ ഇത് എന്താണ് ഒരു പീസ് മാത്രം നല്ലതായാൽ മതി, ബാക്കിയുള്ളതൊക്കെ നമുക്ക് എന്താണ് ഉള്ളിൽ പോകും കേട്ടോ. അപ്പോൾ കാണൂല. ഇനിയിപ്പോൾ എന്താണ് ഇത് ഒരേ കളറല്ല എന്നൊന്നും വിചാരിച്ചിട്ട് ഒരു പ്രശ്നമില്ല കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മുടെ മുൻഭാഗത്തിൻ്റെ അവിടെ ഇത് നമ്മുടെ ഈ ഒരു
സൈഡ് ഭാഗത്താണ് വരുന്നത്. ഇത് ഹുക്കിൻ്റെ ഭാഗത്ത്, ഇത് ഹുക്ക്, ഇത് സൈഡ്. ഓക്കെ, അപ്പോൾ അത് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് നേരെ ഒന്ന് വെട്ടി കൊടുക്കട്ടോ. കണ്ടോ, ഇത് ഇനി നമ്മൾ എന്താണ് അടിക്കുമ്പോൾ ഇത് ഉള്ളിൽ പോകും കേട്ടോ. ഇതൊക്കെ ഉള്ളിൽ പോകും, ഇതൊക്കെ ഉള്ളിൽ പോകും. നമ്മൾ നല്ല പീസ് മാത്രമേ വരുള്ളൂ. കണ്ടോ, ഇതിന് ഓരോ ഭാഗത്തേക്കും 2 ഈച്ച പീസ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തു. ഇനി ഒരു പീസും കൂടെ നമുക്ക് വരും കേട്ടോ. അങ്ങനെ 3 പീസാണ് നമുക്കിതിന് വേണ്ടിയത്. അപ്പോൾ ഇതിപ്പോൾ ലൈനിങ് ആണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നല്ല പീസിൽ കട്ട് ചെയ്തിട്ട് അപ്ലൈ ചെയ്യണത് കാണിക്കാം. ഇതേ പഫ് സ്ലീവാണ് കേട്ടോ. അപ്പോൾ പഫ് സ്ലീവിന് ഞാൻ കൊടുത്തേണ്ടത് നമ്മൾ ഒരു 4 ഇഞ്ച് ഇവിടെ നെറിവ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 4 ഇഞ്ച് നമ്മൾ ഇവിടെ നെറിവ് കൊടുത്തിട്ടുണ്ട്. എന്നതിന് ശേഷമാണ് ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് തുണി ഇത്രയേ ഉള്ളൂ, അത് കുഴപ്പമില്ല. അത് ഉള്ളിൽ പോകും, നമുക്ക് ഉടനെ ചെറുതായിട്ട് വേവിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഉള്ളിൽ പോകും, പ്രശ്നമില്ല. 1.5 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പുണ്ടല്ലോ കേട്ടോ. അപ്പോൾ അങ്ങനെ പിന്നെ അപ്പോൾ ഇനി പഫ് അടിക്കണ സമയത്ത് ഞാൻ കാണിക്കാം കേട്ടോ. നമ്മൾ 4 ഇഞ്ചാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ 4 ഇഞ്ചിൽ നമ്മൾ ഒരു ടെക്ക് ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് നെറിവ് നമ്മൾ ഇതാക്കില്ലേ, അത് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അതിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നെറിവ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് തൊട്ടിട്ട് തരെയാണ് നമുക്ക് ഇത് കിട്ടാനുള്ളത്. ഇത് നമ്മൾ ഇതിൻ്റെ കര മാത്രം എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി നമുക്കിത് ലൈനിങ് വെച്ചിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നമുക്ക് ലൈനിങ് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നാൽ ഈ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് ഒഴിവായി പോയിക്കോളും. ഓക്കെ, അപ്പോൾ നല്ല വൃത്തിക്ക് നിന്നോളും. അപ്പോൾ നമുക്കിത് ലൈനിങ് ഒന്ന് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈനിങ് ലൈനിങ്ങിൻ്റെതും ഇതേപോലെ നമ്മൾ വെച്ച് കൊടുക്കണം കേട്ടോ. എങ്ങനെ വേണമെങ്കിലും വെക്കാം, ഇങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ, അങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കോംവട്ടായിട്ട് വെക്കരുത് കേട്ടോ. കോമിട്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായിരുന്നു, അതായത് ക്രോസ് ആയിട്ട് വെക്കരുത്, ഇങ്ങനെ ഡയറക്റ്റിൽ വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒന്ന് പിൻ ചെയ്ത് കൊടുത്താൽ കറക്റ്റിന് അങ്ങോട്ട് വന്നോളും. ഓക്കെ, ഇത് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിപ്പമുണ്ടല്ലോ, അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഒപ്പം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ആ വൃത്തിക്ക് കിട്ടും കേട്ടോ. പിന്നെ അതിന് നമ്മൾ ടക്കിട്ടക്കണം. അപ്പം ഇനി ഇത് ഒരുമിച്ചിട്ടോ, എന്നിട്ട് ഇനി ഇതിൻ്റെ ഒപ്പം വെച്ചുകൊടുത്താൽ മതി. ഇനി നമ്മൾ ലൈനിങ്ങിൻ്റെ കൂടെ വെക്കാൻ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്താണ്ട് കേട്ടോ, എന്നാൽ മാറിപ്പോകില്ല. ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ കേട്ടോ. ഇങ്ങനെ ഇനിയില്ലേ, ഇതിന് വേറൊരു സൂത്രം പറഞ്ഞുതരാം. നമ്മളിതിങ്ങനെ മടക്കി തയ്ക്കാൻ നിൽക്കണ്ട, അതിന് പകരം ഇങ്ങനെ ഇതില്ലേ നല്ല ഭാഗം ഒരുമിച്ച് വെക്കുക. എന്നിട്ട് ഈ ഒരു ഇതുണ്ടല്ലോ, ഇതിങ്ങനെ അടിച്ചു കണ്ട് പോവുക. എന്നിട്ട് ഇങ്ങനെ മറിച്ചിട്ട് കണ്ട് ഇങ്ങനെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റിന് നമുക്ക് പിന്നെ ഇവിടുത്തെ ഈ ഒരു സ്റ്റിച്ചിങ് ഇല്ലാതെ നമുക്ക് കറക്റ്റിന് കിട്ടും കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം.